ഞങ്ങൾ മലയാളികളാണ്, എന്നിരുന്നാൽ കൂടിയും ഞങ്ങളുടെ വോട്ട് തമിഴ്നാട്ടിലാണ്. മലയാളികളാണെങ്കിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ടില്ലാത്തവരെ കാണണമെങ്കിൽ വയനാട്ടിലെ നമ്പ്യാർകുന്നിലേക്ക് പോയാൽ മതി. ഞാൻ ഈ നിൽക്കുന്ന റോഡ്, ഈ ടാർ ചെയ്ത ഭാഗം തമിഴ്നാടിൻ്റെയാണ്, ടാറിങ്ങിൻ്റെ ഈ വശം കേരളത്തിൻ്റെയാണ്. അങ്ങനെ കേരളവും തമിഴ്നാടും ഇടകലർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് നമ്പ്യാർകുന്ന്. കേരള രൂപീകരണത്തിന് മുൻപ് വരെ മലബാർ ജില്ലയുടെ ഭാഗമായിരുന്ന പ്രദേശങ്ങളാണ് പിന്നീട് തമിഴ്നാട്ടിലായത്. താമസക്കാരിലേറെയും മലയാളികൾ. കേരളത്തിലെ രാഷ്ട്രീയമാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നതെങ്കിലും വോട്ട് തമിഴ്നാട്ടിലാണ്. വോട്ട് തമിഴ്നാട് എരുമാട് സ്കൂളിൽ ആണ് ഞങ്ങളുടെ വോട്ട് നടക്കുന്നത്. ഞാൻ തമിഴ്നാട്ടുകാരനാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് തമിഴ്നാട്ടിലേ ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ വോട്ടും റേഷൻ കാർഡും തമിഴ്നാട്ടിലായതിൽ എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ. അതിന് കാരണവുമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അരി വാങ്ങാനാണെങ്കിൽ ഞങ്ങൾ സഞ്ചി കൊണ്ട് മാത്രം പോയാൽ മതി. ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് റേഷനരിയും സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. വോട്ടില്ലെങ്കിലും അതിർത്തിക്കപ്പുറത്തുള്ളവരും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇപ്പുറത്തേക്ക് എത്തും. അവിടെ കൈകോർത്ത് നിൽക്കുന്ന CPM-ഉം കോൺഗ്രസും തമ്മിലാണ് ഇപ്പുറത്തെ മത്സരമെന്നത് മറ്റൊരു കൗതുകം. കേരളത്തിൻ്റെ ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് അവരുടെ പാർട്ടി ആൾക്കാർക്ക് വന്ന് സഹകരിക്കുന്നുണ്ട്. അപ്പുറം ഒരുമിച്ച് ഇപ്പുറം വേറെ വേറെ, അങ്ങനെയാണ്. വയനാട്ടിലെ ഏറ്റവും വലിയ പഞ്ചായത്തായ നെന്മേനിയുടെ ഭാഗമാണ് അതിർത്തിയിലെ ഗ്രാമങ്ങൾ. വികസനം അതിർത്തിയിലേക്ക് എത്തുന്നില്ലെന്ന് എല്ലാ പാർട്ടിക്കാർക്കും പരാതിയുണ്ട്.